ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പാടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇട്ടത്. നമ്മൾ പാടത്തേക്ക് ഇറങ്ങിപ്പോയി. നമ്മളെ ചിരങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇല വെറുതെ കളയണ്ടല്ലോ, ഇല താളിച്ചാൽ നല്ല രസമാണല്ലേ. എനിക്ക് ഈ ചിരങ്ങൻ്റെ എല്ലാവരും ഇഷ്ടം ഇല താളിപ്പാണ് കേട്ടോ. അപ്പോൾ ചിരങ്ങ ഉണ്ടാകുമ്പോൾ ഇല പറിക്കാനും പുതിയാപ്പിള കയക്കൂല. ചിരങ്ങ കഴിയാതെ ഇല താളിക്കാൻ ഇല നുള്ളണ്ടെന്ന് പറയും കേട്ടോ. ഇപ്പോൾ ചിരങ്ങ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ നുള്ളാന്ന് എഴുതിയാണ്ട് ഇറങ്ങിപ്പോന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ ദാനം കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. നമുക്ക് പയറും വെള്ളരിയും ചിരങ്ങയും വെണ്ട ചീര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ചീര ഉണ്ട്, അതേപോലെ വെണ്ടയ്ക്കും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പച്ചക്കറി ഉണ്ടാക്കി തീരും. പിന്നെ വേറെ ഒരു അപ്പുറത്തെ പാടത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കലാണ് പച്ചക്കറി. അങ്ങനെ ഉണ്ടാക്കി ശീലമായി നമുക്ക് കടയിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങാൻ തോന്നൂല അല്ലേ. നമ്മൾ പാടത്ത് തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ. എന്നെപ്പോലെ താളിപ്പ് ഇഷ്ടമുള്ള പോലെ ആരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൂളൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിന്. അപ്പോൾ അത് ആ പൂള ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. എന്താ വലിയ പൂളയൊക്കെ ആയി. ഇനിയിപ്പോൾ 4-5 മാസം കൂടി കഴിഞ്ഞാൽ അതും പറിക്കാനാവും കേട്ടോ. വീണ്ടും അത് പറിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൽ പൂള തന്നെ വെക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ പച്ചക്കറി ഇടും. അങ്ങനെ പോവലാണ് കേട്ടോ. അങ്ങനെ അതാ കുറച്ചൊക്കെ ഇല നുള്ളിക്കാണ്ട് പോവുകയാണ് കേട്ടോ. എന്താ അടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പേടിയുണ്ട്, നല്ല കാടാണ് കേട്ടോ. അപ്പോൾ പാമ്പുക്കളുണ്ടോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മേലെ നിന്ന് കിട്ടുന്നിടത്തൊക്കെയാണ് പറിച്ചത്. അടിയിലേക്ക് കഴിഞ്ഞും ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കീസും തന്നെ ചെറുതാണ് എടുത്തത്, കീസിലും തന്നെ കൊള്ളൂല. അപ്പോൾ ഞാൻ അടിയിലേക്ക് പോയ ആ വള്ളി കൊണ്ട് വലിച്ചതാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ പഠിച്ചിട്ടേ വലിച്ചവൻ പൊട്ടി. അപ്പോൾ അതിന്മേന്നുള്ള ഇല നുള്ളി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കേസ് നിറഞ്ഞപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വരാമെന്നൊക്കെ പറഞ്ഞ് കണ്ട് പറിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളെ അപ്പുറത്തെ കണ്ടത്തിൽ തന്നെ നമ്മളെ പുതിയാപ്പിളക്കാർക്ക് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കവുങ്ങിൽ വായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായയിൽ മണ്ണ് കൊത്തി കളക്കുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് പിന്നെ പാടം നീച്ചാൽ ജീവനാണ്. പാടത്ത് നീച്ച് പോരുന്ന നേരമല്ല, ഏത് സമയത്തും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ മൂപ്പര് പാടത്തുണ്ടാവും കേട്ടോ. പച്ചക്കറിയിൽ പുല്ല് പറിച്ചാണേറ്റും ഇങ്ങനെ
കൈക്കോട്ട് എടുത്തിട്ട് മണ്ണ് കൊത്തിയിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം കളഞ്ഞ് അങ്ങനെ പോകും കേട്ടോ. മൂപ്പരെ ലോകം തന്നെ ഈ പാടവും പച്ചക്കറിയാണ്. അപ്പോൾ അതായാലും മണ്ണ് കളക്കണുണ്ടല്ലോ നിങ്ങൾ. ഇതന്നെ പണി. രാവിലെ പണിക്ക് പോയാൽ ഉച്ചക്ക് പണി കഴിഞ്ഞ് വന്ന് പിന്നെയും ഇതാ പാടത്തേക്ക് ഇറങ്ങും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ കൊത്തി മാന്തണ പണിയാണ്. അപ്പോൾ എന്താ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാ എന്നല്ലേ പറയല്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പോരുമ്പോൾ നമ്മൾ അതിനൊരു കണക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ. ഇതിപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകുകൊണ്ട് നമുക്ക് വേണ്ട മാതിരി എന്താ ഇപ്പോൾ വായൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ തിന്നൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വൈകുന്നേരം പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.